ക്യാമറ ഉള്ള വണ്ടിക്ക് സെൻസറില്ല, സെൻസറുള്ള വണ്ടിക്ക് ക്യാമറയില്ല. അങ്ങനെയാണ് അവർ ആക്കിയത്. ഞാൻ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഇവർ വണ്ടി എടുത്ത ആദ്യത്തെ ദിവസം തന്നെ വണ്ടി എടുത്ത ഡീലർഷിപ്പിൽ കോട്ടയത്തെ MK മോട്ടോഴ്സിൽ. അപ്പം അന്ന് അവർ പറഞ്ഞു നിങ്ങൾ ഫസ്റ്റ് സർവീസിന് പോകുമ്പോഴത്തേക്കും നിങ്ങൾക്കത് ക്ലിയറാക്കി തരുമെന്ന് പറഞ്ഞു. ഫസ്റ്റ് സർവീസിന് ചെന്നപ്പോഴത്തേക്കും അവർ പറഞ്ഞു, സർവീസിന് ചെന്നപ്പോൾ അവർ പറഞ്ഞു ഈ വണ്ടി ഇങ്ങനെയാണ് വരുന്നത്, ഇതിനകത്ത് ഇലക്ട്രിക് വണ്ടി ആയതുകൊണ്ട് അതൊരു എക്സ്ട്രാ ഫിറ്റിങ്സ് ഒന്നും പറ്റത്തില്ല, കമ്പനി ഇങ്ങനെയാണ് വന്നേക്കുന്നത്, അപ്പോൾ ഇത് ഫിറ്റ് ചെയ്ത് തരാൻ പറ്റത്തില്ല. നിങ്ങൾക്ക് എന്തെങ്കിലും പരാതി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇന്ന ഫീച്ചേഴ്സൊക്കെ ഉണ്ടെന്ന് പറഞ്ഞ് ബ്രോഷർ തന്നതെല്ലാം സെയിൽസിൽ നിന്നായതുകൊണ്ട് സെയിൽസിൽ കോൺടാക്ട് ചെയ്യണം. സെയിൽസിൽ പലതവണ കോൺടാക്ട് ചെയ്തിട്ടൊന്നും ഇവർ ഒരു ഇതുമില്ല. ഞാൻ പിന്നെ മെയിൽ അയച്ചതിന് ഓരോ തവണ മെയിൽ അയക്കുമ്പോഴത്തേക്കും കമ്പനി ഈ മെയിൽ തിരിച്ച് MK മോട്ടോഴ്സിന് അയക്കും. MK മോട്ടോഴ്സിൽ നിന്ന് നമുക്കൊരു ഇത് വരും, പ്ലീസ് ഫീൽ ഫ്രീ ടു കോൺടാക്ട്, ഇന്ന ആളെ കോൺടാക്ട് ചെയ്യുന്ന കുറേ നമ്പറൊക്കെ വെച്ചു. പക്ഷേ ആ നമ്പറിലൊന്നും വിളിച്ചാൽ ആരും എടുക്കത്തുമില്ല. പലതവണ മെയിൽ അയച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും അവിടുത്തെ ഒരു CRM കോൺടാക്ട് ചെയ്തിട്ട് CRM പറയുന്നത് ഈ ബ്രോഷർ അത് കോവിഡിൻ്റെ സമയമായതുകൊണ്ട് ഫിസിക്കൽ ബ്രോഷർ ഇല്ല. ഇപ്പോൾ ഈ നമുക്ക് ഓൺലൈനായിട്ട് വാട്സപ്പ് വഴി അയച്ചു തരുന്ന ബ്രോഷറുകൾ അത് എനിക്കതൊരു MK മോട്ടോഴ്സിൻ്റെയും ടാറ്റ മോട്ടോഴ്സിൻ്റെയും ബ്രോഷറുണ്ട്. 2 ബ്രോഷർ അയച്ചിരുന്നു. അപ്പോൾ ഇവർ പറയുന്നത് ഈ ബ്രോഷർ ഞാൻ ഉണ്ടാക്കിയതാണ്. ഇവർ പറയുന്നത് ടാറ്റ അങ്ങനെ ഒരു ബ്രോഷർ ഇറക്കിയിട്ടില്ല, ഈ ബ്രോഷർ ഞാനായിട്ട് ഉണ്ടാക്കിയ ബ്രോഷറാണെന്നുള്ള രീതിയിലുള്ള വർത്തമാനങ്ങളാണ്. പിന്നെ അവർ അന്ന് ചോദിച്ച വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ ഒരു ഫീച്ചർ കണ്ടുകൊണ്ടല്ല, അന്ന് ഈ ഭയങ്കര ബുക്കിംഗ് ഒക്കെ ഉള്ള സമയമാണ്. അവർ പറയുന്നത് ഈ ഒരു ഫീച്ചർ കണ്ടുകൊണ്ടൊന്നുമല്ല ആൾക്കാർ ഈ വണ്ടി എടുക്കുന്നത്, നിങ്ങൾക്ക് ഇങ്ങനെ ഇതുള്ള ഫീച്ചർ വേണം, നിങ്ങൾക്ക് വേറെ വണ്ടി ഇല്ലായിരുന്നു. അപ്പം ഞാൻ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ നമ്മൾ ഒരു കാര്യം ചെയ്യും, ഞാനത് ലീഗലായിട്ട് പൊക്കോളാം എന്ന് പറഞ്ഞു. അപ്പോൾ ഓക്കെ ശരി, നിങ്ങൾ എന്താണെന്ന് വെച്ചാൽ പൊക്കോളാം.